ഹലോ ഗൈസ്, ഇന്നിപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞ് അങ്ങനെ ശിരുവാണി ഡാം പോകുന്ന ഏകദേശം ആ റൂട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശിരുവാണി ലെഫ്റ്റൊക്കെ തിരിഞ്ഞ് അങ്ങനെ പോകും. നല്ല അതിമനോഹരമായ ഡാമും കാര്യങ്ങളും വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ. ശിരുവാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡാമുണ്ട്, അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ല പ്രകൃതിരമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് പണ്ട് ഒരു വിമാനം തകർന്ന അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് കിട്ടിയ സ്ഥലമാണ്. എന്തായാലും നല്ല വൈബ് സ്ഥലം തന്നെയാണ് ശിരുവാണി. പിന്നെ അതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നമ്മുടെ മണ്ണാർക്കാട് പാലക്കാട് റോഡ്, അതിമനോഹരമായ റോഡ്. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടാൽ തന്നെ നല്ല ഫിനിഷിങ്, ഒരു പൊട്ടും മുറിവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത റോഡ്. എന്നാലും കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഒരു 1.5-2 കൊല്ലം മുന്നേ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. അതായത് ഒരു സിമൻറ്റ് ലോറി സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലൂടെ മറിഞ്ഞ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവർ മരിച്ച ഒരു സ്ഥലമാണത്. ഞങ്ങൾ റോഡ് സൈഡിൽ കുറച്ച് കളിപ്പാട്ടങ്ങൾ കണ്ടു. അപ്പോൾ അത് എന്താ സംഭവം എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഒന്ന് റോഡ് സൈഡിലൊന്ന് സൈഡാക്കി ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികളെ ടേബിള് കാര്യങ്ങൾ, അതുപോലെ സ്റ്റൂള്, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ വണ്ടികൾ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ കാണുന്നത് നമ്മൾ പോകുമ്പോഴൊക്കെ, പക്ഷേ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളൊന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ട്, അവരോട് എവിടെ പ്ലേസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ രാജസ്ഥാനാന്ന് പറഞ്ഞു. നല്ലൊരു ഡീസൻറ്റ് കുഴപ്പമില്ലാത്തൊരു ലേഡിയാണ്. അതുപോലെ വണ്ടികൾ റേറ്റ് ചോദിച്ചപ്പോൾ നല്ല വിലയാണ്. വില എത്രയെന്ന് പറയുന്നില്ല, അത്യാവശ്യം പുടുത്തമിട്ട് റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടുന്ന് ആരെങ്കിലും മേടിക്കലുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടം പോലെ മേടിക്കലുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ മലയാളം സംസാരിക്കാൻ അറിയും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു വണ്ടി എടുത്തു, ചെറിയൊരു റേറ്റിൽ ചെറിയൊരു വണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലക്കാട് തിരികെ. അതുപോലെ ലെഫ്റ്റ് സൈഡിലുണ്ട്, അതുപോലെ അത് വേറെ ഐറ്റംസുകളാണ്. അതുപോലെ തന്നെയാണ് അത് വേറെ എന്തൊക്കെ കുട്ടികൾ കളിക്കാൻ പറ്റുന്നത് വേറെ ഇത് കാണുന്നുണ്ട്. എന്തായാലും അവർക്ക് കുഴപ്പമില്ലാത്ത കച്ചവടം കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി കൊല്ലങ്കോടേക്കുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇനി വഴി തെറ്റണ്ടെന്ന് വെച്ചിട്ട് ഒന്നാമത് ടൈമില്ല, അപ്പോൾ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ടാണെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങളത് പാസ് ചെയ്ത് പോകുന്നു. അതുപോലെ ഞങ്ങൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊല്ലങ്കോട് റൂട്ടിന് തിരിഞ്ഞ് ലെഫ്റ്റിക്ക് തിരിഞ്ഞ് പോരുമ്പോൾ നമ്മുടെ അപ്പുറത്തുനിന്നുള്ള പാടത്തുനിന്ന് ഒരു കുറച്ച് കണ്ടമാനം ആടുകളെന്ന് വെച്ചാൽ പോരാ, കണ്ടമാനം. അതായത് ഒരു 500 ആടുകളിലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രയ്ക്കും ആട്. ഞങ്ങളവിടെ ഒരു 15-20 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും നല്ല രസമാണ് ഇത് കാണാൻ. അത് മേച്ചിങ്ങാണ്ട് രാവിലെ പോയതാണ്, അപ്പോൾ അവർ മേച്ച് കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. എന്തായാലും നല്ല ആടെന്ന് വെച്ചാലും പോരാ, അത്യാവശ്യം ആടുകൾ. പിന്നെ അടുത്ത് ഉള്ളൊരു വയൽ കണ്ടു, നെല്ലൊക്കെ എടുത്ത് വേറെ കറ്റ കൂട്ടിയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഈ കാണുന്നത് നെല്ലല്ല, അത് നെല്ലെടുത്തിട്ട് ബാക്കിയുള്ള പടുമുളയാണ്. എന്നാലും നല്ല രസം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടി